അജിത് ലോറൻസ്, ഈ ഡൽഹി എന്ത് പാഠം പഠിപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. ഡൽഹി പാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഡൽഹി ഒരു ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും ഇപ്പം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റാണ്. തുല്യമായ. കോൺഗ്രസിനെ കൂട്ടാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, കോൺഗ്രസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. കോൺഗ്രസ് അല്ല, ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നെക്ക് ആൻഡ് നെക്ക് തുല്യ ഫൈറ്റാണ്, ശക്തമായ ഫൈറ്റാണ് നടത്തിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം രണ്ട് രീതിയിലാണ് ആ ശക്തി അവർ പിടിക്കാൻ വേണ്ടി തുടർഭരണം കിട്ടണം എന്നുള്ളത് ആം ആദ്മി പാർട്ടിയുടെ അതിയായ ആവശ്യമാണ്. കാരണം മനീഷ് സിസോദി, ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മനീഷ് സിസോദി, മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളിനെയൊക്കെ ആക്ഷേപങ്ങളുടെ പേരിലാണ് എടുത്ത് ജയിലിൽ മാസങ്ങളോളം ഇട്ടിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനീഷ് സിസോദിയും അരവിന്ദ് കേജ്രിവാളും അവിടുത്തെ എക്സലൻ്റ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സാണ്. അവിടെ എല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ള മിനിസ്റ്റേഴ്സാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇത്ര വിദ്യാഭ്യാസമുള്ളവരുടെ ഒരു അസംബ്ലി ഇല്ല. 70 സീറ്റിൽ 62 സീറ്റോടുകൂടിയാണ് അവർ ആ ഒരു പ്രാഗൽഭ്യം, ആ വിദ്യാഭ്യാസത്തിനുള്ള ഒരു പ്രാഗൽഭ്യം കിട്ടിയത് കൊണ്ടാണ് അവർക്ക് 62 സീറ്റ് കിട്ടിയത്. അപ്പോൾ 8 പേര് പ്രതിപക്ഷത്ത്. എന്ത് പ്രതിപക്ഷം? ഒരു പ്രതിപക്ഷമില്ല. അപ്പോൾ എന്ത് പറ്റി? പ്രതിപക്ഷത്തിൻ്റെ റോള് അമിത്ഷാജി ഏറ്റെടുത്തു. യൂണിയൻ ആഭ്യന്തര വകുപ്പാണ് ഏറ്റെടുത്തത്. അതിന് ഒരു നോഡൽ ഓഫീസറെ പോലെ ഗവർണർ, ലഫ്റ്റനൻറ്റ് ഗവർണർ ഉപയോഗിച്ചു. അപ്പോൾ അരവിന്ദ് കേജ്രിവാളിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 3 ടേം ഷീലാ ദീക്ഷിത് ഭരിച്ചില്ലേ. അപ്പോഴും ബി ജെ പി ഉണ്ടായിരുന്ന ബി ജെ പി ഇല്ലാണ്ടായി. പിന്നെ ദേ വന്നു അരവിന്ദ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും വന്നു, അവരും ദേ 3ാമത്തെ ടേം വന്നു. അപ്പോൾ ഈ പതിറ്റാണ്ടുകൾ ഇങ്ങനെ 3-4 പതിറ്റാണ്ട് മാറി നിൽക്കുക എന്ന് പറയുകയും 3ാമത് ബി ജെ പി അധികാരത്തിൽ കേന്ദ്രത്തിൽ യൂണിയൻ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ രാജ്യതലസ്ഥാനത്ത് അസംബ്ലിയിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അത് കണക്കൂട്ടിയിട്ടാണ് അമിത്ഷാജി ഇവരെ എല്ലാവരും പിടിച്ച് ജയിലിലിട്ട് ബി ജെ പി ഇതര സർക്കാരുകളെല്ലാം ജയിലിലാക്കിയത്. ആക്ഷേപത്തിൻ്റെ പേരിലാണ്. ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ റിസൾട്ട് കിട്ടുമോ? അപ്പോൾ അതിൻ്റെ ഒരു കേജ്രിവാളിന് അതിൻ്റെ ഒരു സിമ്പതി കിട്ടും. 2, ഞാൻ നേരത്തെ പറഞ്ഞു, ആം ആദ്മി പാർട്ടിയിൽ ഇലക്ഷൻ മത്സരിക്കുന്നവരെല്ലാം തന്നെ വിദ്യാഭ്യാസമുള്ളവരാണ്. മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള അങ്ങനെ ഒരു പശ്ചാത്തലമുള്ളവരല്ല. ഏത് സംസ്ഥാനത്താണെങ്കിലും രാഷ്ട്രീയക്കാർ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിലുപരി അവരെല്ലാം രാഷ്ട്രീയം കളിച്ച് ഫൈറ്റ് വന്നവരാണ്. ഇവരതല്ല. ഇവർ പെട്ടെന്നൊരു മറ്റേ നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, അണ്ണാ ഹസാരയുടെ ആ മൂവ്മെൻറ്റ്, അഴിമതി വിരുദ്ധ മൂവ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് കോൺഗ്രസിനെതിരെ ഉണ്ടാക്കിയ, കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ ഒരു സമരമാണ്. എന്നിട്ട് ബി ജെ പി സർക്കാരിൽ അഴിമതിയില്ലേ? ബി ജെ പി സർക്കാർ മുച്ചൂടും അഴിമതിയും കോർപ്പറേറ്റുകളെ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ടുള്ള ആ ഒരു ഇത് വന്നപ്പോഴേക്കും അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് എന്നുള്ള രീതിയിൽ വന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. അതിനെയാണ് ഇദ്ദേഹം രാഷ്ട്രീയമാക്കി മാറ്റിയത് അരവിന്ദ് കേജ്രിവാൾ. അത് ആക്കി മാറ്റുമ്പോൾ തന്നെ അദ്ദേഹം ഈ ഹനുമാൻ സേവകക്കാരനാണ്, ഹനുമാൻ ഭക്തനാണ്. അവിടെയാണ് അതാണ് ഞാൻ പറയാൻ വന്നത്. കൾച്ചറൽ പൊളിറ്റിക്സ് അവിടെയാണ്. ബി ജെ പിക്ക് പറയുന്ന രാമക്ഷേത്രവും ഇവർ പറയുന്ന ഹനുമാൻ ക്ഷേത്രവും ഈ ഒരു ഇത് വരുമ്പോൾ ഹിന്ദുക്കൾക്ക് ജാതി പറഞ്ഞാൽ, അല്ല മതം പറഞ്ഞാൽ, വിശ്വാസം പറഞ്ഞാൽ അദ്ദേഹം വേറൊരു ഹൈന്ദവ ദൈവത്തിൻ്റെ പേരിലല്ലേ നിൽക്കുന്നത്. അതുപോലെയല്ലേ ബോംബെയിൽ, മഹാരാഷ്ട്രയിൽ ശിവസേന. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ കൾച്ചറൽ പൊളിറ്റിക്സാണ്. ആ കൾച്ചറൽ പൊളിറ്റിക്സിനെ തകർക്കുക എന്നുള്ളതാണ് അമിത്ഷായുടെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ അവിടെ മഹാരാഷ്ട്രയിൽ പോലും അതിനെ രണ്ടാക്കിയത്, ശിവസേനയെ രണ്ടാക്കി. ഉദ്ധവ് താക്കറെ പൊളിച്ചില്ലേ? മഹാരാഷ്ട്രയിൽ വലിയൊരു ആധിപത്യം അല്ലേ അവർ സ്ഥാപിച്ചത്? പൊളിച്ചല്ലോ. ബി ജെ പി അല്ലല്ലോ. അവിടെയും ശിവസേനയുടെ തന്നെ മറ്റൊരു ഘടകത്തെ അല്ലേ ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ അത് പൊളിക്കാൻ പറ്റിയില്ല. പകരം എന്ത് ചെയ്തു? അഴിമതിക്കാരനാണെന്നും പറഞ്ഞ് പുള്ളിയെ പിടിച്ച് ജയിലിലിട്ട് എങ്ങനെയെങ്കിലും ക്ഷീണിപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലാണ് അമിത്ഷാ കൊണ്ടുപോയത്. അപ്പോൾ ആ കൾച്ചറൽ പൊളിറ്റിക്സ് ഈ ഹൈന്ദവീയ ചിന്തയുള്ള ആർക്കും രാമന് വേണോ ഹനുമാന് വേണോ എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. 2, ഡൽഹിയിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ഡെമോഗ്രാഫിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും ഉണ്ടവിടെ. അതും എല്ലാം തന്നെ മിഡിൽ ക്ലാസ്സുകാർ, വിദ്യാഭ്യാസം മിനിമം യോഗ്യത ഉള്ളവരൊക്കെ അവിടെ ഉണ്ട്. മിനിമം യോഗ്യത ഉള്ളവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം ഭക്തി, ആവശ്യത്തിന് ഭക്തി അവരും കൊടുക്കുന്നുണ്ട്. ബി ജെ പി കൊടുക്കാത്ത ഭക്തി ഇവർ കൊടുക്കുന്നുണ്ട്. ഹനുമാൻ ഭക്തി കൊടുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ അതാണ് BJPക്ക് തോൽപ്പിക്കാൻ പ്രയാസമായിട്ട് വരുന്നൊരു സാഹചര്യം. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷനിൽ അവർ യഥാർത്ഥത്തിൽ നെക്ക് നിൽക്കുകയാണ്, തുല്യമായിട്ട് വ്യക്തമായിട്ട് നിൽക്കുകയാണ്. ഇനി ആദ്മിക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എക്സിറ്റ് പോളിൽ പറയുന്നതനുസരിച്ചുള്ള തകർച്ച ഉണ്ടായാൽ അത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അതുപോലെ വ്യാപിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. കാരണം ഇവിടെ നിന്ന് പഞ്ചാബിൽ പോയി അവരെ അവിടെ പിടിച്ചതാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം അങ്ങോട്ടേക്കും കൂടി ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. അല്ല, അത് ഈ ബോർഡർ പൊളിറ്റിക്സാണ്. നമ്മൾ പറയുന്ന ഹരിയാനയും പഞ്ചാബും എന്നൊക്കെ പറയുന്ന ബോർഡർ പൊളിറ്റിക്സിലും അവരും ഈ പറയുന്ന എന്താണ് വേണ്ടത്, ഒരു ഹിന്ദു രാജ്യത്തിന് എന്താണ് വേണ്ടതെന്നുള്ളത് ഇയാളും കൊടുക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അയാൾക്ക് നിസ്സാരമായിട്ട് പഞ്ചാബിൽ പോയി ഇത് ചെയ്യും. പക്ഷേ അവിടെ നിന്ന് മറ്റൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഹരിയാനയിലൊന്നും അവർ അധികം വിജയിച്ചിട്ടില്ല. പക്ഷേ എല്ലായിടത്തും ഗോവയിൽ ഉൾപ്പെടെ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനും മത്സരിക്കാനും ഗോവയിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിയും. ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ രീതിയിലൊരു സ്ട്രെച്ച് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ കേജ്രിവാളിനെ ആം ആദ്മി പാർട്ടിയെ തകർത്തില്ലെങ്കിൽ BJPക്ക് എക്കാലത്തും വെല്ലുവിളിയാവും, ഭയക്കേണ്ടി വരും. കാരണം തകർക്കാൻ പറ്റുന്നെങ്കിൽ ഇപ്പം തകർത്തോണം. ഡൽഹിയിൽ തീർക്കണം. BJPക്ക് സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് രാജ്യതലസ്ഥാനം. അതാ ഞാൻ പറഞ്ഞ രാജ്യതലസ്ഥാനം 13ാമത്തെ ടേൺ കിട്ടിയിട്ടും ഡൽഹി അസംബ്ലി കിട്ടുന്നില്ല എങ്കിൽ എന്ത് പറ്റും BJP വളരെ സോറി ഫിഗറാണ്. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. 7 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് വേറെ, അസംബ്ലി വേറെ. ഈ ഡൽഹിയിലെ ഈ ഫലം വരുമ്പോഴേ ഈ കോൺഗ്രസ് പിന്നെയും എനിക്ക് തോന്നുന്നു സംഭൂജ്യരായിട്ട് തന്നെ തുടരുമെന്ന്. ഇല്ല, കോൺഗ്രസ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആണല്ലോ അവരെ കോൺഗ്രസിനെ റീപ്ലേസ് ചെയ്തതാണല്ലോ. ആം ആദ്മി പാർട്ടി റീപ്ലേസ് ചെയ്ത് വന്നതാണല്ലോ കോൺഗ്രസിനെ തകർത്തിട്ട്. അതുകൊണ്ട് തന്നെ ആ ഗ്രഡ്ജ് കോൺഗ്രസ് നിലനിർത്തുന്നുണ്ട്. അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്കും എതിരാണ് BJPക്ക് ഒട്ടും ചേരാനും പറ്റാത്ത. അവർ അല്ലാതെ ഇൻഡിപെൻഡൻ്റായിട്ട് മത്സരിച്ചിരിക്കുന്നു. ഇപ്പോൾ എക്സിറ്റ് പോളുകളും ഡൽഹിയിൽ നിന്നല്ലാതെ നമുക്ക് കിട്ടുന്ന അറിവും വെച്ചിട്ട് 3 മണ്ഡലങ്ങൾ അവർക്ക് കിട്ടും. ഈ 70 ഇതിൽ 3 അസംബ്ലി സീറ്റ് കോൺഗ്രസ് പിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ 3 എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം കോൺഗ്രസ് 3 സീറ്റ് പിടിക്കുകയും അവിടെ നെക്ക് ഫൈറ്റ് വരികയും ചെയ്താൽ ശരിക്കും BJP വേരോട്ടം ഉണ്ടാക്കി 62-ൽ നിന്നും 30-ന് താഴെ ആക്കിയാൽ ഈ 3 സീറ്റ് നിർണായകമാണ്. കോൺഗ്രസ് പിടിക്കാൻ സാധ്യതയുള്ള 3 സീറ്റ് നിർണായകമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ടൈറ്റ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കോൺഗ്രസ് അങ്ങനെ 2-3 സീറ്റ് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്മി ഭരണത്തിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും. BJP എന്തായാലും അവർക്ക് സപ്പോർട്ട് ചെയ്യത്തില്ല, ഒരിക്കലും. കാരണം ഇവരുടെ ഇന്ത്യ സഖ്യത്തിലെ മുന്നണിയിൽ വരുന്ന ഒരാളും കൂടെ. ഇന്ത്യ സഖ്യത്തിൽ നിന്നും ആം ആദ്മി പാർട്ടിയൊന്നും വന്നിട്ടില്ല യഥാർത്ഥത്തിൽ. അവർ BJPക്കെതിരെ ആൻറ്റി BJP മൂവ്മെൻറ്റിലുള്ള ഒരു കക്ഷി എന്നുള്ളത് 9 കക്ഷികൾ. അതിനകത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും പോയിരുന്നു ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്ന്. കോൺഗ്രസ് ഇതര BJP ഇതര കക്ഷിയാകാൻ വേണ്ടി അദ്ദേഹം പോയിരുന്നുണ്ട്. ഇനി BJPക്ക് പരാജയമാണ് ഡൽഹിയിൽ ഉണ്ടാകുന്നതെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ക്ഷീണമായിട്ട് എടുക്കാൻ ഏറ്റവും വലിയ ക്ഷീണമായിരിക്കും. അല്ല കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സംബന്ധിച്ച് ഇവർക്ക് നേട്ടം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനപ്പുറം അവർക്ക് ക്ഷീണം വരുന്നില്ല. കാരണം ആദ്മി ഉള്ള സ്റ്റേറ്റ് നിലനിർത്തി. അവർ നിലനിർത്തി എന്ന് പറയുമ്പോൾ വലിയ കാര്യമാണ്. കാരണം കേന്ദ്രത്തിൽ തുടർഭരണം 3-ാം തവണയും കിട്ടിയിട്ടും രാജ്യതലസ്ഥാനം പിടിക്കാൻ പറ്റി. പക്ഷേ സീറ്റ് കൂട്ടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട്. സീറ്റ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കറക്റ്റാണ്. അതിപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും പറഞ്ഞത് 62 സീറ്റിൽ നിന്നും എത്ര സീറ്റ് കുറയ്ക്കാൻ പറ്റും BJPക്ക് എന്നുള്ളതാണ്. സീറ്റ് കൂടുതൽ പിടിക്കും. 8 സീറ്റിന് 28 സീറ്റാക്കിയാലും. അതെ, കാരണം 2015 മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോഴും BJP വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചാണ് ഇമ്പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ലോക്സഭ അവർക്കാണ്. അതെ, ആ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഔട്ടർ ഡൽഹിയാണ്. അതെ 7 ഇതെന്ന് പറയുന്ന ഗ്രാമാന്തരങ്ങളിലാണ് പോകുന്നത്. ഗ്രാമാന്തരങ്ങളിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമൊക്കെ അവർക്ക് ഹാർനസ് ചെയ്യാൻ പറ്റും. BJPയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ നഗരപരിധിക്ക് പുറത്തുള്ളവരുടെ വോട്ടിലാണ്. നഗരത്തിനകത്ത് വരുമ്പോൾ കുറച്ച് വിദ്യാഭ്യാസവും സംസ്കാരവും ജാതി പറയുന്നതിനൊക്കെ കുറച്ച് പരിമിതിയുണ്ട്. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന അത്യാവശ്യം വിദ്യാഭ്യാസവും സംസ്കാരവും ഉള്ളവരാണ്. അപ്പോൾ അവർക്കും ഭക്തിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹനുമാൻ സേവ പറയുന്നുണ്ട്. അതാണ് ഞാൻ ഈ കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന്
കൾച്ചറൽ പൊളിറ്റിക്സ്. അത് തന്നെയാണ് മഹാരാഷ്ട്രയിലും. ഉദ്ധവ് താക്കറെയെ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചത്, ഉദ്ധവ് താക്കറെ, ബാൽ താക്കറെ ഉണ്ടാക്കിയ ശിവസേനയുടെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയാണ്. അദ്ദേഹം ഈ പറഞ്ഞ ശിവസേന ഉണ്ടാക്കുമ്പോൾ BJPയുടെ രാമക്ഷേത്രവും ദൈവം എന്ന് പറയുന്നതിന് മറ്റൊരു ദൈവമല്ലേ അത്? ഇവിടെ ഹനുമാൻ സേവയല്ലേ? ഇതാണ് കൾച്ചറൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളിടത്തൊക്കെ പറയുന്ന പോലെ കോൺഗ്രസ് എന്നും CPM എന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയല്ല. BJP തന്നെ ഒരു സാമുദായിക പാർട്ടിയാണ്, ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതേപോലുള്ള ആ വിശ്വാസത്തിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് ലെസർ ഗോഡ് എന്ന് പറയാൻ പറ്റില്ല, ഈക്വൽ ഗോഡ് എന്നാണ്. ഒന്നെമ്പം ഈക്വൽ എന്ന് പറയുന്ന മൂന്ന് ദൈവങ്ങളാണ്, ഹനുമാനും ശിവസേനയും BJPയുടെ രാമക്ഷേത്രവും. അതാണ് ആ കൾച്ചറൽ പൊളിറ്റിക്സ്. അതിൽ BJPക്ക് യഥാർത്ഥത്തിൽ രാമനെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ്. പക്ഷെ പ്രശ്നം BJPയുടെ അടുത്ത് പോയിട്ടുള്ള ഇതുവരെയുള്ള ഇന്ത്യയുടെ മറ്റു ഭാഗത്തു നിന്നും ഘടകകക്ഷികളായിട്ട് അവരുടെ NPAയിൽ ചേർന്നിരിക്കുന്ന എല്ലാവരെയും തന്നെ അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ അതിനെ അലിഞ്ഞില്ലാതാക്കുക, അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്ന BJPയുടെ ഒരു തന്ത്രമുണ്ട്. അത് വിജയിക്കാത്തത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ എടുത്തും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി. അതാണ് എൻ്റെ സുഖം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.